ഗൂഢാലോചനയാണ്. എന്താ സംശയം? ഈ കൊലപാതകം നടന്നതിന് ശേഷം ഒരുപക്ഷെ ലോകത്തൊരാൾക്കും സാധിക്കാത്ത അയാൾ ഇല്ലാതായാൽ ഞാൻ എന്ത് വേണോ ചെയ്യാ, എന്നെ ഇവിടെ വെച്ച് ഇടിച്ച് നാറ്റിക്കരുത്. ചന്ദ്രശേഖരൻ മരിച്ച് പിറ്റേ ദിവസം അദ്ദേഹത്തെ കുലംകുത്തി തന്നെയാണെന്ന് വിശേഷിപ്പിക്കാൻ ഒരു വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾ എത്രമാത്രം മനസ്സിൽ സന്തോഷിക്കുന്നുണ്ട് ആ കൊലപാതകത്തിൽ എന്നത് വളരെ വ്യക്തമാണ്. അത് ആർക്കാണ് ഊഹിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കാത്തത്? സംഗതി കൈവിട്ടു പോകും. അങ്ങനെ വന്നപ്പോൾ ഈ ചെറുപ്പക്കാരന്റെ നേരെ ഒരു പ്രത്യേക രീതിയിലുള്ള റിയാക്ഷൻ ഞാൻ എടുത്തു. പിണറായിക്ക് തക്കതായ ശിക്ഷ കിട്ടണം, അതാ എനിക്ക് വേണ്ടേ. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. ഓനറിയാതെ കണ്ട് ഒരു സംഗതി നടക്കൂല. പിണറായിന്റെ ഒക്കെ അറിവിലാണ് ഇതൊക്കെ എന്റെ മോനെ കൊന്നത്. നിന്നെ പോലുള്ളവർ ജീവിക്കേണ്ടത് ഈ നാടിനകത്തല്ല. കുറ്റവാളികൾക്ക് തൂക്കുകയർ കിട്ടണം എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഈ കേസിലെ മാസ്റ്റർ ബ്രെയിനുകൾ ആരൊക്കെയാണോ ആ ആളുകളിലേക്ക് എത്തുന്നത് വരെയുള്ള ആ പോരാട്ടവുമായിട്ട് വളരെ ശക്തമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അത് തെളിയിക്കപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ? മുഖ്യമന്ത്രി അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ പേരുറച്ചു പറയുന്നില്ല. രമയ്ക്കുമുണ്ടോ പിണറായി വിജയനെ ഭയം? ഒരിക്കലുമില്ല. എന്തിനും ഞാൻ ഭയക്കുന്നു? ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ പിണറായി വിജയന്റെ പേര് ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തിനു ഭയക്കണം? കാരണം വെച്ചാൽ അതിൽ ഒരുപാട് വസ്തുതാപരമായിട്ട് എനിക്ക് പറയാനുള്ള ഒരുപാട് കാരണങ്ങൾ അതിനകത്തുണ്ട്. നമ്മളെ പോലീസ് ഓടിക്കുന്നാണോ തോന്നുന്നത്? കണ്ണൂർ ജില്ലയിലെ കുഞ്ഞനന്തനാണ്. കുഞ്ഞനന്തൻ ആരാണ്? പിണറായി വിജയന്റെ വലങ്കയ്യെ. 2009 തെരഞ്ഞെടുപ്പ് നമുക്ക് ഓർമ്മയില്ലേ? ആ തെരഞ്ഞെടുപ്പിൽ സകൽ ചന്ദ്രശേഖരൻ മത്സരിച്ചിരുന്നു. ആ തെരഞ്ഞെടുപ്പിലാണ് CPM അവിടെ തോൽവി അറിയുന്നത്. ഇത് ചെറിയ ക്ഷീണമല്ല CPM ഉണ്ടാക്കിയത്. അതിന് കാരണക്കാർ ചന്ദ്രശേഖരനാണ്. ഈ പാർട്ടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിണറായി വിജയന്റെ കൈപ്പിടിയിൽ നിന്ന് വിട്ടുപോകുമെന്ന് തീർച്ചയായിട്ടും ബോധ്യം. പാർട്ടിക്കെതിരെ നിൽക്കുന്ന ആളുകൾ ഞങ്ങളങ്ങ് തീർക്കും. കാരണം ഈ കൈകൾ ശുദ്ധമാണ്. അങ്ങനെയുള്ള എന്തോ സോപ്പ് ഉപയോഗിച്ച് കഴുകിയിട്ട് വന്നു എന്നുള്ള വാച്യാർത്ഥത്തിലുള്ള അർത്ഥം നമ്മൾ അതിനെടുത്താൽ മതി. സാക്കളെ, ഇനിയും പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസുകൾ 100-ലേറെ. സർ, മറ്റുള്ളവരുടെ മേൽ പഴിചാരി രക്ഷപ്പെടാനുള്ള തന്ത്രമല്ല ഇപ്പോൾ ആവശ്യം.